ബ്രിട്ടീഷ് യുദ്ധവിമാനം കേരളത്തിൽ വന്നതിൽ പിന്നെ ബ്രിട്ടീഷുകാർക്ക് ശനിദിശയും കേരളത്തിലെ ട്രോളന്മാർക്കും മറ്റു ചിലർക്കും ശുക്രദശയുമാണ്. യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35 മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമാണ്. ഇംഗ്ലണ്ടിൽ നിന്നടക്കം വിദഗ്ധരെത്തി പഠിച്ച പണി 18 പയറ്റിയിട്ടും യുദ്ധമുഖത്തെ വീരന് ജീവൻ വെപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ടെങ്കിലും മടക്കയാത്ര ഇന്നും അനിശ്ചിതത്വത്തിലാണ്. തിരുവനന്തപുരത്ത് പെട്ടുപോയ യുദ്ധവിമാനത്തെ കേരള ടൂറിസം വകുപ്പ് മുതലെടുത്ത് പരസ്യം ഒരുക്കിയതായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും ഒപ്പം UK-യിലെ മാഞ്ചസ്റ്ററിലുള്ള കേരള റെസ്റ്റോറന്റ് മകനെ മടങ്ങി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത രസകരമായ പരസ്യവും ശ്രദ്ധേയമായിരുന്നു. അതിനിടയിലാണ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പും ഈ യുദ്ധവിമാനത്തെ ഒരു ബോധവൽക്കരണ ആയുധമാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ കൃത്യമായി പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച ബോധവൽക്കരണത്തിനാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35നെ കേരള മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. F-35 യുദ്ധവിമാനം മൈൻഡ്ഫുൾ ഡ്രൈവിംഗിന്റെയും സ്മാർട്ട് മെയിന്റനൻസിന്റെയും പാഠങ്ങളാണ് തരുന്നതെന്നാണ് MVD അഭിപ്രായപ്പെടുന്നത്. വാഹനം ഓടിക്കുമ്പോൾ പൂർണ്ണമായും മനസ്സുറപ്പിച്ച് അവബോധത്തോടെ ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യവും തകരാറിലായ വാഹനത്തിന് നൽകേണ്ട പരിഗണനയുടെയും പാഠമാണ് F-35 യുദ്ധവിമാനത്തിന്റെ പൈലറ്റും ടീമും നൽകിയിരിക്കുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ആമുഖമായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല MVDയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: F-35 മൈൻഡ്ഫുൾ ഡ്രൈവിംഗിന്റെയും സ്മാർട്ട് മെയിന്റനൻസിന്റെയും പാഠങ്ങളാണ് തരുന്നത്. വാഹനം ഓടിക്കുമ്പോൾ പൂർണ്ണമായും ഉള്ളിടത്ത് തന്നെ മനസ്സുറപ്പിച്ച് അവബോധത്തോടെ ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യവും തകരാറിലായ വാഹനത്തിന് നൽകേണ്ട മികച്ച പരിഗണനയും നമ്മെ പഠിപ്പിക്കുകയാണ് F-35 ഫൈറ്റർ പൈലറ്റും ടീമും ചെയ്തത്. മൈൻഡ്ഫുൾ ഡ്രൈവിംഗ് പരിശീലിക്കാമെന്നും ചേർക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തു. ശാന്തമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഇരിക്കുക, ശ്രദ്ധാശൈഥില്യങ്ങൾ ഒഴിവാക്കുക, നിങ്ങളുടെ കണ്ണുകൾ റോഡിൽ തന്നെ ആയിരിക്കുക, ശാന്തമായ പെരുമാറ്റം നിലനിർത്തുക, നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാനായിരിക്കുക, അപകട സാധ്യതകൾ മുൻകൂട്ടി കാണുന്നതിന് റോഡ്, കാലാവസ്ഥ, മറ്റ് വാഹനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക, പ്രതീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ ജാഗ്രത പുലർത്തുകയും തയ്യാറാകുകയും ചെയ്യുക, സുരക്ഷയ്ക്കും ഉത്തരവാദിത്തത്തിനും മുൻഗണന നൽകുക, നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക, ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുക, മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കി ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ആകസ്മികമായ യാന്ത്രിക തകരാറുകൾ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കാതെ വാഹനങ്ങളെ നിയന്ത്രണ വിധേയമാക്കി നിർത്താൻ മൈൻഡ്ഫുൾ ഡ്രൈവിംഗ് കൊണ്ടേ സാധ്യമാകൂ. തകരാറിലായ വാഹനത്തിന് മികച്ച റിപ്പയർ നൽകി സാങ്കേതിക മികവ് പരിശോധിച്ച് ഉറപ്പിച്ച് മാത്രം വീണ്ടും ഉപയോഗിക്കുന്നത് ഉത്തമമായ സുരക്ഷാ സംസ്കാരമാണ്. ശ്രദ്ധാപൂർവമായ ഡ്രൈവിംഗ് സമ്പ്രദായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ബഹുമാനിക്കാം. ഇത്തരം ശീലങ്ങളുള്ളവരെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ റോഡുകൾ സുരക്ഷിതവും എല്ലാവർക്കും ആസ്വാദ്യകരവുമാക്കാം. അതുമാത്രമല്ല, കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ബോധവൽക്കരണ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്ത രസകരമായ ബോധവൽക്കരണ പോസ്റ്ററിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. US നിർമ്മിത സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് F-35. റഡാറുകൾ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ കഴിയുന്നവയാണ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ. F-35 യുദ്ധവിമാനത്തിന് ഈ സവിശേഷതയെ ക്രിയാത്മകമായി ഉൾച്ചേർത്താണ് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ മഴയത്ത് നിർത്തിയിട്ട F-35 യുദ്ധവിമാനത്തെ സുരക്ഷിത കവചം ഉപയോഗിച്ച് മൂടി പൊതിഞ്ഞിരിക്കുന്ന ചിത്രമാണ് പോസ്റ്ററിലുള്ളത്. സ്റ്റെൽത്തി ആണോ എങ്കിലും സുരക്ഷ വേണമെന്ന വാചകമാണ് വിമാനത്തിന്റെ ചിത്രത്തിനൊപ്പമുള്ളത്. സ്റ്റെൽത്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന് രഹസ്യമെന്നാണ് അർത്ഥം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.